ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ആക്കാൻ പോവുകയാണ് എള്ളിട്ടിട്ടില്ല, കറുത്ത എള്ളിട്ടിട്ടില്ല ഒരു മഷ്റൂമിൻ്റെ ഒരു റെസിപ്പി. അടിപൊളിയാണ്. സോ അതിനായി ആദ്യം കറുത്ത എള്ളെടുക്കുക, അതിനെ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനെ പൊടിച്ച് അതിനൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊള്ളു. ഇനി നമ്മൾ അതേ പാനിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയ നമ്മളുടെ ഇതില്ലേ കൊറിയൻഡർ ഇല്ലേ, അതിനെടുക്കുക. അത് നല്ലോണം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെയും പൊടി ആക്കി മാറ്റി വെക്കുക. നല്ലോണം കഴുകിയെടുത്ത മഷ്റൂം, 2 ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ 1 ഉരുളക്കിഴങ്ങ് മതി. ആദ്യം കടുകെണ്ണ ഒഴിച്ച് അതിനകത്ത് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. ആ ടൈമിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി അതിൻ്റെ ഒരു പേസ്റ്റ്, ഒരു അണിയൻ നല്ലോണം ചോപ്പ് ചെയ്തെടുക്കുക. അതെടുത്ത് സൈഡിൽ വെച്ചോളൂ. മഷ്റൂമും ഉരുളക്കിഴങ്ങും നല്ല റോസ്റ്റ് ആയതിനു ശേഷം അതിനടുത്ത് സൈഡിലേക്ക് മാറ്റുക. അതേ ഓയിലിൽ അണിയൻസ് ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുക. സോട്ട് ആവുന്ന ടൈം വേണ്ട നമുക്ക് നേരത്തെ ഇട്ട് ചതച്ച് വെച്ച ഇതായിരുന്നില്ലേ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, മുളകിൻ്റെ പേസ്റ്റ്, അത് അതിൻ്റെ അകത്ത് ഇട്ടുക. നല്ലോണം ഒരു മിക്സിങ് ചെയ്യാം. ആ മിക്സിലാണ് അതിൻ്റെ ടേസ്റ്റ്. ശകലം ഉപ്പ്, എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം അത്ര ആ രീതിയിൽ ഉപ്പ് ഇടുക. നേരത്തെ പൊടിച്ചു വെച്ച മല്ലിപ്പൊടി, ഒരു 1 അങ്ങനെ ഇട്ടാൽ മതി. കുറച്ച് ബ്ലാക്ക് പെപ്പർ, കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇടണം. അതൊക്കെ ഇട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. പച്ചമുളക് ഒരു ഹാഫായി അരിഞ്ഞത് അതും കൂടെ അതിൻ്റെ അകത്ത് ഇടുക. നല്ലോണം ഒന്ന് വരണ്ടി വരില്ല. അത് കഴിഞ്ഞാൽ ഈ പച്ചമുളക് ഇട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യാം. നേരത്തെ പൊടിച്ച് വെച്ച എള്ളിൻ്റെ പൊടി ഉണ്ടായിരുന്നില്ലേ, ആ പൊടിയും അതിൻ്റെ അകത്തേക്ക് ഇടുക. ഒരു കട്ടോര എടുത്താലും മതി. നല്ലോണം അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നട്ടി ഫ്ലേവർ വരും. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നേരത്തെ റോസ്റ്റ് ചെയ്ത് ഉരുളക്കിഴങ്ങും മഷ്റൂംസും കൂടെ ഇട്ട് ഇതിൻ്റെ അകത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചൊരു ആംചൂർ പൗഡർ നമുക്ക് ഇടാം. അതിട്ടൊരു നല്ലൊരു ഫ്ലേവർ വരും. ഇന്ന് മിക്സ് ആയതിനു ശേഷം ചൂടോടെ സെർവ് ചെയ്യുക നമ്മളുടെ മഷ്റൂം റോസ്റ്റ്. താങ്ക് യു.